ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മുരിങ്ങയില തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്, കൂടെ ഒരു സാമ്പാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുരിങ്ങ ഒടിക്കാം. നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഒരുവിധം കുറച്ചൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്, തളിർത്ത് വന്നിട്ടുണ്ട്, മഴയ്ക്ക് ഉണ്ടായതാണ്. അപ്പം ഇനി നമുക്കത് ഊരി വയ്ക്കാം. അപ്പോൾ നല്ല തളിരായിട്ടുണ്ട്. നമുക്കത് ഒടിച്ച് ഊരിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം നമ്മൾ തോരനുള്ളത് ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷാണ്, കണ്ടില്ലേ, നല്ല മുരിങ്ങയാണ്. അപ്പോൾ നമുക്ക് റെഡിയാകും. ഇനി നമുക്ക് ഊരിയെടുക്കാം. തോരൻ വയ്ക്കാൻ നമുക്ക് അത്യാവശ്യം കുറച്ച് അളവിൽ തന്നെ വേണം. അത് നമ്മൾ ചൂട് തട്ടുമ്പോൾ അല്ലെങ്കിൽ ഒന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴേക്ക് പെട്ടെന്ന് ചുങ്ങിപ്പോവും. അപ്പോൾ അതിനുവേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പോൾ ചെറുള്ളി അരിഞ്ഞതും വറ്റൽ മുളകും പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഊരി വെച്ച മുരിങ്ങ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ വറവിലേക്ക് എല്ലാം മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം അത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലായിടത്തേക്കും മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങാത്തോരന്. ഇവിടെ റെഡിയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളത്തെ പരിപാടിയേ ഉള്ളൂ. മുരിങ്ങയില തോരൻ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള ഇത് നോക്കാം. അപ്പോൾ അതിന് എല്ലാ കഷ്ണങ്ങളും ഒന്നും എടുത്തിട്ടില്ല, നമുക്കുള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഒരു ക്യാരറ്റും ഒരു 4-5 വെണ്ടയ്ക്കും 2 ഉരുളക്കിഴങ്ങ് കൂടെ ഒരു 2 കഷ്ണം ചേനയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയിട്ട് ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കത് ക്ലീനാക്കി കഷ്ണങ്ങളാക്കി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 തക്കാളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് കഴുകി അടുപ്പത്ത് വയ്ക്കാം. മൺചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി പരിപ്പ് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അത് തിളച്ച് വേകുമ്പോഴേക്ക് നമുക്കതൊക്കെ ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ ഇടാം. ഏകദേശം നല്ല 3/4 ഭാഗത്തോളം പരിപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേനയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കത് വേവിക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിക്ക് ആവശ്യമുള്ള സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ടൊന്ന് വേവിക്കാം. കഷ്ണങ്ങൾ വെന്ത ശേഷം നമുക്ക് ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ ഒന്ന് കിടന്ന് വേവട്ടെ. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി നമുക്ക് ഒരു പാത്രത്തിൽ അടുപ്പത്ത് കുതിർക്കാൻ വയ്ക്കാം. പുളി കുതിരാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരടുപ്പത്തിൽ ഒരു ചെറിയ ചട്ടിയിൽ വെണ്ടയ്ക്ക വഴറ്റാൻ വയ്ക്കാം. പിന്നെ നമ്മൾ വെന്ത കഷ്ണങ്ങൾ ഇട്ടതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ഒരു 2 തക്കാളി കഷ്ണങ്ങളാക്കിയിട്ടിടാം. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി നമുക്ക് നല്ലോണം പിഴിഞ്ഞിടാം. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വയ്ക്കാം. നമുക്ക് വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് കരുതി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്കയും കൂടെ ഒന്ന്
പാകമായിട്ട് വെന്ത് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് ഇത്തിരി ഉലുവ, എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഉലുവ ഇടാം. 2 ചെറിയ ഉള്ളി ഇതുപോലെ പൊളിച്ചത് അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ, ഒരു പഴുത്ത പച്ചമുളകാണ് ഇട്ട്, ലേശം കറിവേപ്പിലയും ഒരു മുറി തേങ്ങയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നല്ലോണം വറുത്ത് മുരിഞ്ഞ ശേഷം നമുക്ക് അത് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. നമ്മുടെ കറിയുടെ റെഡിയാണ്. നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. സാമ്പാറിലേക്കുള്ള എല്ലാം ആയിട്ടുണ്ട്, അരവും ചേർത്തു. ഇനി നമുക്ക് സാമ്പാറൊന്ന് വറുത്തിടാം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കറിയിലേക്ക് ഒഴിക്കാം. നല്ല ചൂടാണ്, നമുക്ക് നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടുമാണ്. അപ്പോൾ പെട്ടെന്ന് ആവുന്നുണ്ട്. അപ്പോൾ കറി റെഡിയാണ്. നമ്മൾ സാമ്പാറിലേക്ക് വറവും എല്ലാം ഇട്ടു. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം കൂടെ കാച്ചാം. ചെറിയൊരു ചട്ടടുപ്പത്ത് വെച്ച് നമുക്ക് പപ്പടം കാച്ചാനുള്ള ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉള്ളൂ. മുരിങ്ങയില തോരനും പപ്പടവും സാമ്പാറും. അപ്പോൾ നമ്മൾ ഒരു ഉണക്കമീനും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എല്ലാവർക്കും ഉള്ളത് കാച്ചി വെച്ചു. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഉണ്ണാനായിട്ടുള്ള ഇല വെട്ടിയെടുക്കാം. ഇവിടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഒക്കെ കഴുകി വെച്ചു. നമ്മുടെ ഊണ് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ മുരിങ്ങയില തോരനും പപ്പടവും നമ്മൾ ലേശം അവിയലും കൂടെ റെഡിയാക്കിയായിരുന്നു, അത് കാണിക്കാൻ വിട്ടതാണ്. അപ്പോൾ അതൊരടുത്ത വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ചോറ് വെച്ചു, മീൻ വെച്ചു, സാമ്പാർ വെച്ചു. നമ്മളെ ഊണ് ഇവിടെ റെഡിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് തരണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.